മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ജയിലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ജയിലിൻ്റെ അകത്ത് ഇങ്ങനെയാണോ അതോ ഇത് സിനിമയ്ക്ക് വേണ്ടി മാറ്റിയതാണോ എന്നൊക്കെ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ വരാറുണ്ട്. എന്നാൽ മലയാളത്തിലെ ഒരു സിനിമ, അതിലെ ഒരു നായക കഥാപാത്രം ജയിലിൽ കിടക്കുന്നതും പിന്നീട് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ. പക്ഷെ ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ജയിലിലെ ഒരു അധികൃതർ പറഞ്ഞിട്ട് ഇവർ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ആ ഒരു സിനിമ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. ആ ഒരു സിനിമയെ കുറിച്ചും അതിൻ്റെ തിരക്കഥയിലെ എന്താ പറയുക, തിരക്കഥാ രചനയിലെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 80കളിലെ സിനിമകളിൽ അതിലൊന്ന് നിറക്കൂട്ട് എന്ന് പറയുന്ന സിനിമയായിരിക്കും. ആ ഒരു സിനിമ നമുക്കറിയാം, ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ ആദ്യമായിട്ട് ഒരു മുഴുനീള തിരക്കഥാകൃത്തായിട്ട് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമയിൽ ഒരു കോ റൈറ്ററായിട്ടുണ്ടെങ്കിലും നിറക്കൂട്ടാണ് ഡെന്നിസ് ജോസഫിനെ മലയാള സിനിമയിൽ എന്താ പറയുക ഒരു പൊസിഷൻ നേടിക്കൊടുത്തത്. ജോഷി എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടുള്ള ആദ്യത്തെ സിനിമ. അപ്പോൾ ആ ഒരു സിനിമയുടെയൊക്കെ ഒരു സിനിമ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിലവർക്ക് അറിയുന്നുണ്ടാവും, എങ്കിലും ഞാൻ പറയാം. അതിൽ ഇതേപോലെ തന്നെ ഡെന്നിസ് ജോസഫ് നിറക്കൂട്ടത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ജോഷിനെ കാണാൻ പോകുന്നു. പക്ഷേ ജോഷിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന ഒരു, അന്ന് സ്ഥിരമായിട്ട് എസ് എൻ സ്വാമിയും കലു ഡെന്നീസിനെ പോലെയുള്ള ആളുകളൊക്കെയാണ് ജോഷിക്ക് സിനിമ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ജോഷിയുടെ മനസ്സിൽ ഓൾറെഡി അവിടെ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോട്ടിൻ്റെ ഇടയ്ക്ക് ക്യാമറാമാൻ്റെ അടുത്ത് ലൈറ്റപ്പ് ഒക്കെ ചെയ്യാമെന്ന് ഒരു 15 മിനിറ്റ് ഇപ്പോൾ വരാം എന്നും പറഞ്ഞിട്ടാണ് ഡെന്നിസ് ജോസഫിനോട് സ്ക്രിപ്റ്റ് വായിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഡെന്നിസ് ജോസഫ് അപ്പോൾ തന്നെ പറഞ്ഞു 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ ഒഴിവാക്കാനായിരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം എന്തായാലും വായിച്ചു തുടങ്ങി. 2 സീൻ 3 സീൻ വായിച്ചപ്പോൾ തന്നെ ജോഷി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ക്യാമറാമാനോട് പറഞ്ഞു ഇന്ന് ഉച്ചവരെ ഷൂട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ആ കഥയിൽ ഇൻവോൾവായി. അങ്ങനെയാണ് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്നു. അവിടെ വെച്ച് തന്നെ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ ആ ഒരു സിനിമ അന്ന് മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള ഒരു നായക കഥാപാത്രം, നമുക്കറിയാം അഡ്വർടൈസിങ് ഏജൻസിയിൽ ഉള്ളൊരു മമ്മൂക്കയുടെ ഒരു കഥാപാത്രം, അത് നെഗറ്റീവ് ആണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കഥാപാത്രമാണ്. കാരണം ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ കിടക്കുന്നതും അദ്ദേഹത്തിന് ഭാര്യയുടെ അനീതി, ഇപ്പോൾ സുമലതയുടെ അനീതി ഉർവശി ജയിലിൽ നമുക്ക് കാണാൻ വരുന്നതും ഒരു ഇൻ്റർവ്യൂ എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു പത്രപ്രവർത്തകയായിട്ട് വരുന്നതൊക്കെയാണ്. പക്ഷേ സുമലതയുടെ അനീതിയാണെന്നൊക്കെ പ്രേക്ഷകർക്ക് ആദ്യം അറിയുന്നതിന് പിന്നീട് അറിയണം. അപ്പോൾ ആ സിനിമ ഒരു അതെല്ലാവരും കണ്ടിട്ടുള്ളൂ, ഞാൻ ഡീറ്റെയിൽ കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് ആദ്യം ഇവർ ജയിലിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെർമിഷൻ എടുക്കാൻ വേണ്ടി ആദ്യം ഇവിടെ സ്ക്രിപ്റ്റ് സമർപ്പിക്കണം. അങ്ങനെ ഇവർ ജയിലിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ വേണ്ടിയിട്ട് ഇവർ സ്ക്രിപ്റ്റായിട്ട് ജയിൽ സൂപ്രൻ്റെ അടുത്ത് ചെല്ലുന്നതും സൂപ്രൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഇവർ സ്ക്രിപ്റ്റ് കൊടുത്തു. അപ്പോൾ കഥയും കാര്യങ്ങളൊക്കെ ഇവർ ഡീറ്റെയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പെർമിഷൻ കൊടുക്കില്ല. കാരണം ഇവർ എഴുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും ജയിലിൽ അങ്ങനെ റിയലി സംഭവിക്കാത്ത കാര്യങ്ങൾ. അങ്ങനെ ഒരിക്കലും ഒരു പത്രപ്രവർത്തകയ്ക്ക് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ എന്തൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഇത് റിയലി ഇവിടെ നടക്കില്ല. അപ്പം നടക്കാത്തൊരു കാര്യം നിങ്ങൾ ഈ സിനിമയിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളും ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ജയിൽ സൂപ്രൻ്റെ കുറേ കോൺട്രിബ്യൂഷൻസ് വെച്ചിട്ടാണ് ഡെന്നിസ് ജോസഫ് അത് മാറ്റി എഴുതിയത്. അപ്പോൾ പിന്നീട് ആ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഡെന്നിസ് ജോസഫിന് അത് പിന്നീട് ഒരു തിരക്കഥാകൃത്തുന്ന രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം പുതിയ അറിവുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമ നമ്മൾ ഇന്ന് കാണുന്നത് ഈ പറഞ്ഞ പോലെ ആ ജയിൽ സൂപ്രണ്ട് അദ്ദേഹം പിന്നീട് ജയിൽ DGPO ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സെൽവരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും നിറക്കൂട്ട് എന്ന് പറഞ്ഞ സിനിമ ഇതേപോലെ തന്നെ ഷൂട്ട് തുടങ്ങുന്നു. അപ്പോൾ ആദ്യം അതിൽ മമ്മൂക്കയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻസൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സീനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മമ്മൂക്ക ഒന്ന് യാത്ര എന്ന് പറഞ്ഞ ബാലു മഹേന്ദ്രയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയി. അപ്പോൾ അതിലും ജയിലിൽ കിടക്കുന്നത്, പിന്നെ ത്രൂ ഔട്ട് ജയിലിൽ തന്നെയാണ്, അതിൽ ജയിലിൽ കിടക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ സിനിമയിൽ പോയിട്ട് ഇദ്ദേഹം തല മൊട്ടടിക്കേണ്ടി വന്നു. അത് അവിടെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നിറക്കൂട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ലുക്ക് മാറി. അദ്ദേഹം മൊട്ടയടിച്ച ലുക്കായതുകൊണ്ട് ആ മൊട്ടയടിച്ച ലുക്കിൽ തന്നെ ജയിലിലെ സീൻസൊക്കെ നിറക്കൂട്ടിന് വേണ്ടി ജോഷി എടുത്തിട്ട് മറ്റേതൊന്നും പിന്നെ കുറച്ച് വിഗൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ മമ്മി മൊട്ടയടിച്ചത് ഒരു കണക്കിന് ഇവർക്കത് കുറച്ചൊരു പണി കിട്ടിയതുപോലെ തോന്നി. കാരണം ഇവർക്ക് ടെൻഷനായി. കാരണം യാത്രയിൽ മൊട്ടയടിച്ചു, നിറക്കൂട്ടിൽ മൊട്ടയടിച്ചു. അപ്പോൾ രണ്ടിലും ഒരു ലുക്ക്. അപ്പോൾ 2 സിനിമയും തിയേറ്ററിൽ ഒരേ സമയത്ത് ഇറങ്ങുക അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വരാം, പല ആളുകൾ കൺഫ്യൂസ്ഡ് ആവാം എന്ന് പറഞ്ഞിട്ട് ഇവരതിൽ നിറക്കൂട്ടിൻ്റെ പ്രൊഡ്യൂസർ ജൂബിലി ഫിലിംസ്, ജൂബിലി ജോയ് ഒരു സൂത്രപ്പണി ചെയ്ത് അദ്ദേഹം പെട്ടെന്ന് ആ പടം തീർത്തിട്ട് യാത്ര ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിറക്കൂട്ട് കൊണ്ട് തിയേറ്ററിൽ ഇറക്കി. അത് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഐഡിയ തന്നെയായിരുന്നു. അദ്ദേഹം വളരെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കിയത്. നിറക്കൂട്ടെന്ന് വൻ വിജയമായിരുന്നു. യാത്രയും തരക്കേടില്ലാതെ ഓടിയ സിനിമയെന്ന്, പക്ഷേ യാത്രയെക്കാട്ടും എന്തുകൊണ്ടും ആളുകൾ ഇന്ന് ഓർക്കുന്നൊരു സിനിമയും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളതൊക്കെ നിറക്കൂട്ട് തന്നെയായിരിക്കും. നിറക്കൂട്ടും ഒരുപാട് ഭാഷകളിലേക്കൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. തമിഴിൽ ശിവകുമാറാണ് ആ റോള് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അതിൻ്റെ
ഈ അന്ന് പെട്ടിയാണ് സിനിമയുടെ, പെട്ടിയുമായിട്ട് ഫ്ലൈറ്റിൽ ജോയി വരുന്ന സമയത്ത് അന്ന് വിജയകാന്ത് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. വിജയകാന്ത് ഈ ഒരു സിനിമയുടെ കഥ ചോദിക്കും. വിജയകാന്തിൻ്റെ വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഇതുപോലത്തെ കഥയൊന്നും ഞങ്ങളെ തേടി വരുന്നില്ല, ഇതൊക്കെ നിങ്ങൾ മലയാളത്തിൽ മാത്രം സംഭവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള തന്നെ. അപ്പോൾ എന്തായാലും നിറക്കൂട്ട് എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും ഈ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്ന, അല്ല നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആ സിനിമ കണ്ടതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.